ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതൊരു സ്പെഷ്യൽ വ്ളോഗാണ്. ഞങ്ങൾ കുറച്ച് യൂട്യൂബേഴ്സ് കൂടിയിട്ട് മലപ്പുറം കോട്ടക്കുന്ന് പാർക്കിൽ വെച്ചിട്ടൊരു മീറ്റപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കുറേ വലിയ യൂട്യൂബേഴ്സും അതുപോലെ തന്നെ ബിഗിനേഴ്സായിട്ടുള്ള കുറേ പേരും ഒക്കെ ഉണ്ടായിരുന്നു മീറ്റപ്പിന്. അപ്പോൾ ഇത് 2 വാട്സപ്പ് കൂട്ടായ്മയുടെ ഒരു മീറ്റപ്പാണ് കേട്ടോ. ഷീ ക്രിയേറ്റേഴ്സ്, ഷീ ബിഗിനേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, 2 ഗ്രൂപ്പുണ്ട്. അതിൻ്റെ അഡ്മിൻ റംഷാദ് സാറാണ്. A to Z ട്രിക്സ് എന്ന ജോബ് ചാനലാണ് റംഷാദ് സാറിൻ്റെ മെയിൻ ചാനൽ. അപ്പോൾ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ്. 1 മില്യൺ സബ്സ്ക്രൈബേഴ്സായിട്ട് ആവാനായിട്ടുള്ളൊരു ചാനലാണ് കേട്ടോ അത്. അപ്പം ഞങ്ങൾ ഉച്ചക്ക് ഫുഡൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. 2 to 5 ടൈം വെച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മലപ്പുറത്ത് വെച്ചിട്ടാണ് മീറ്റപ്പ്. ഞങ്ങൾക്കധികം റിസ്ക് ഒന്നും ഇല്ലാണ്ട് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ കുറേ പേര് ഒരുപാട് ദൂരത്തു നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എറണാകുളത്തു നിന്ന് വന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. തബസ്സും കിച്ചനിൽ തസ്ലീത്ത ബാംഗ്ലൂരിൽ നിന്നാണ് വന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിരുന്നു കേട്ടോ മീറ്റപ്പ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ മലപ്പുറത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു മീറ്റപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാവരും ഫസ്റ്റ് ടൈമാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ വാട്സപ്പിലൂടെ മാത്രം പരിചയമുള്ള കുറേ പേര് ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും അതുപോലെ തന്നെ സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ആരെയും അറിയില്ല എന്നുള്ള നല്ലൊരു ചമ്മലും ഉണ്ട്. അവിടെ ചെന്നിട്ട് വേണം എല്ലാവരെയും പരിചയപ്പെടാൻ. നമ്മൾ വാട്സപ്പിലൂടെ എല്ലാവരുമായിട്ടൊന്നും, വലിയ ഗ്രൂപ്പാണ്, കുറേ പേരുണ്ട്. അപ്പം എല്ലാവരുമായിട്ടൊന്നും പേഴ്സണൽ ചാറ്റിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഗ്രൂപ്പിലുള്ള പരിചയം മാത്രമാണ്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് വേണം ഓരോരുത്തരെ പരിചയപ്പെടാൻ. അപ്പോൾ അതാ ഞങ്ങൾ കോട്ടക്കുന്ന് പാർക്കിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മീറ്റപ്പ് നടക്കുന്ന സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടായതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊന്നും അധികം ഒരു ബോറടിയൊന്നും ഉണ്ടായില്ല. അവർക്ക് കളിക്കാൻ പറ്റിയ റൈഡുകളൊക്കെ ഉള്ളത് കാരണം തന്നെ അവർക്ക് ഒട്ടും ബോറടിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഹസ്ബൻഡും കുട്ടികളൊക്കെ ഓരോ റൈഡിലൊക്കെ കയറി വന്ന സമയം കൊണ്ട് നമ്മുടെ മീറ്റപ്പും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എത്തിയപ്പോഴത്തേക്കും എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സൊന്നും വന്നിട്ടില്ല. കുറേ പേര് പുറത്താണ്. നാട്ടിലുള്ള കുറേ പേർക്ക് തന്നെ വരാൻ പറ്റിയിട്ടില്ല. പല പല കാരണങ്ങൾ കൊണ്ട് വരാൻ പറ്റാത്ത കുറേ പേരുണ്ട്. അപ്പോൾ എല്ലാവരും വ്ളോഗൊക്കെ എടുക്കുന്ന, വീഡിയോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ്. അങ്ങനെ എല്ലാവരെയും പരിചയപ്പെടാനൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇതാണ് റംഷാദ് സാറ്, ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ അഡ്മിന്. അവർ നല്ല കാര്യങ്ങൾ പറയാൻ വേണ്ടി ഈ ബിസിനസ് ആണെന്നൊരു ഗ്രൂപ്പ് പറയും. അപ്പോൾ ആ 2 ഗ്രൂപ്പിൻ്റെയും ഒരു മീറ്റപ്പ് ജസ്റ്റ് മലപ്പുറത്തുള്ള മലപ്പുറം മാത്രമല്ല, അപ്പോൾ എറണാകുളമാണെങ്കിലും അതുപോലെ മറ്റുള്ള ജില്ലകളിൽ നിന്നൊക്കെ ആളുകളെത്തിയിട്ട് ജസ്റ്റ് അവർ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒരു കോൺടാക്റ്റ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ മാത്രം. അപ്പോൾ 27/12/2020 നമുക്ക് ഏതായാലും ഈ 2000 വേഗം ഒരു ഓർമ്മിക്കാനൊന്നുമില്ല. ഈ ഒരു ദിവസമെങ്കിലും ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ചെറിയ നല്ലൊരു അനുഭവം അത്രമാത്രം പോരെ. കുഴപ്പമില്ല, അത് കിട്ടാൻ പോലെ. അപ്പോൾ ഷാദിയാനെ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ. ഇനി ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഷാസ്.comലെ ഷാദിയാണ് കേട്ടോ ഇത്. പിന്നെ ഇവാസ് വേൾഡിലെ റിസ്വാന ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് നേഹ ഫുഡ് സ്റ്റോറീസിലെ ഷെഹറൂബയാണ്. ഇവരൊക്കെ ഞാൻ യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പേ സ്ഥിരമായിട്ട് കണ്ടു തുടങ്ങിയ ചാനലുകളാണ് കേട്ടോ.
അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന വീഡിയോ എടുക്കുന്ന അതുപോലെ തന്നെ ഷാദിയായുമായിട്ട് ഇൻ്റർവ്യൂ ഒക്കെ നടത്തുന്ന തിരക്കിലാണ് കേട്ടോ. പിന്നെ ദിയാൻസ് കണ്ണൂർ കിച്ചൻ ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയൊന്നും ഫോട്ടോ വീഡിയോ ഒന്നും വരുന്നത് ചിലർക്കൊന്നും താല്പര്യമില്ലാത്തത് കാരണം അതൊക്കെ പരമാവധി ഒഴിവാക്കിയതാണ്. അപ്പോൾ ഫോട്ടോ ഒക്കെ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ലാത്ത യൂട്യൂബേഴ്സിനെ മാത്രം വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഒരുപാട് സന്തോഷമായിട്ടുള്ളൊരു മീറ്റപ്പായിരുന്നു ഇത്. കാരണം ഞങ്ങൾ വാട്സപ്പിലൂടെ മാത്രം ഒരു ഗ്രൂപ്പിലൂടെ മാത്രം പരിചയമുള്ള കുറേ പേരാണ്. എല്ലാവരും നല്ല സിമ്പിളായി, എല്ലാവരും ഒരുപാട് നാളത്തെ പരിചയമുള്ളതുമാതിരിയായിരുന്നു കേട്ടോ. എല്ലാവരുടെയും ഇടപെടലും സംസാരവും ഒക്കെ നമ്മളേറ്റവും അടുത്ത ഫ്രണ്ട്സിനെ പോലെ തന്നെയാണ് എല്ലാവരും. അപ്പോൾ അതാ ഓരോരുത്തർ കുറേ പേർക്ക് കുക്കിംഗ് ചാനലായതുകൊണ്ട് തന്നെ, ഫുഡിൻ്റെ ചാനലായതുകൊണ്ട് തന്നെ കുറേ പേര് വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ റംഷാദ് സാറിൻ്റെ ചാനൽ 1 മില്യൺ അടിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ കേക്ക് അതൊക്കെ ഫോട്ടോ പ്രിൻറ്റ് ചെയ്തിട്ട് തബസ്സും കിച്ചനിലെ തസ്ദീത്ത കൊടുന്നതാണ്. അപ്പോൾ അത് സാറ് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു, പല ഐറ്റംസ്, സ്പൈസി ആയിട്ടുള്ളതും അതുപോലെ സ്വീറ്റ് ആയിട്ടുള്ളതൊക്കെ ഒരുപാട് പേര് കൊണ്ടുവന്നിട്ടുണ്ട്. കേക്ക് തന്നെ പല വെറൈറ്റീസും ഉണ്ടായിരുന്നു, അതുപോലെ ചോക്ലേറ്റ് ബ്രൗണി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇതാണ് സാറിൻ്റെ ചാനൽ. അപ്പോൾ അത് 1 മില്യൺ അടിക്കാനായതുകൊണ്ട് ഒരു അഡ്വാൻസ്ഡ് വിഷായിട്ട് കൊണ്ടുവന്ന കേക്കാണ്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഈ ഒരു കേക്ക്. പിന്നെ എല്ലാവരും ഫുഡൊക്കെ ഫോട്ടോ എടുക്കുന്നതും അതുപോലെ തന്നെ ഇതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതൊക്കെ തിരക്കിലായിരുന്നു കേട്ടോ. മെയിനായിട്ടുള്ള കാര്യം നമ്മൾ തമ്മിൽ പരിചയപ്പെടുക എന്നുള്ളതായിരുന്നു. പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുക എന്നുള്ളത് തന്നെ ആയിരുന്നു ഇതിൻ്റെ ഒരു ഉദ്ദേശം. അതുപോലെ തന്നെ 2020 ഒരുവിധം എല്ലാവരും വീടിനുള്ളിൽ തന്നെ ആയിരുന്നു. നമുക്കൊന്നും പുറത്ത് പോകാനൊന്നും പറ്റാത്തൊരു സാഹചര്യമായിരുന്നല്ലോ. അപ്പോൾ അതിന്ന് ഈ ഒരു 2020 കഴിയുന്നതോട് കൂടി ഇപ്പോൾ നമ്മുടെ റെസ്ട്രിക്ഷൻസൊക്കെ കുറച്ചൊക്കെ ഒന്ന് മാറിയ സ്ഥിതിക്ക് നമുക്ക് ഓർത്തിരിക്കാനായിട്ടൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ അതാ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പല സംഭവങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ചൊക്കെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എല്ലാവരും കൊണ്ടുവന്നതും നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ കുറച്ച് സമയമൊക്കെ എല്ലാവരും കൂടെ സംസാരിച്ച് സെൽഫിയൊക്കെ ഗ്രൂപ്പ് സെൽഫി എടുത്തു. എല്ലാവരും കൂടെ ഫോട്ടോസൊക്കെ എടുത്ത് കുറേ നേരമൊക്കെ സംസാരിച്ചിരുന്നതിന് ശേഷം എല്ലാവരും പിരിയാണ് ചെയ്തത്. റംഷാദയ്ക്കും അതുപോലെ തന്നെ അഡ്മിൻസ് കുറച്ച് പേരൊക്കെ രാത്രിയായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ ഒരു 5 മണി കഴിഞ്ഞപ്പോൾ ഒരു 5:30 കൂടെ തന്നെ അവിടുന്ന് പിരിഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് സമയം നമ്മൾ പാർക്കൊക്കെ ഒന്ന് ചുറ്റി കണ്ടു. അതിന് ശേഷമാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കോട്ടക്കുന്ന് പാർക്കിലുള്ള ഒരു മിറാക്കിൾ ഗാർഡനാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് പക്ഷേ ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല, കുറച്ച് ഫിനിഷിംഗ് വർക്കും കൂടെ ഒക്കെ ബാക്കിയുണ്ട് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഓപ്പൺ ആയിട്ടില്ല. പൂക്കളൊക്കെ വിരിഞ്ഞ് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ്. ഇനി പൂക്കളും കൂടെ വിരിഞ്ഞ് തുടങ്ങിയാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ കോട്ടക്കുന്ന് പാർക്കിൽ ഇതുവരെ പോകാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലൊക്കെ ഒന്ന് പോയി നോക്കുക കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ കുട്ടികളായിട്ടൊക്കെ പോകുമ്പോൾ കുറച്ച് റൈഡുകളും ഒക്കെ ഉണ്ട്. കുട്ടികൾക്ക് എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റിയ കുറച്ച് റൈഡ്സൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ 1-2 പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടൊന്നുമല്ല വരുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം പാർക്കൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ കുട്ടികളൊക്കെ റൈഡുകളിലൊക്കെ ആദ്യം തന്നെ കയറിയിട്ടുള്ളത് കാരണം പിന്നീട് മീറ്റപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിനൊന്നും നിന്നില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് മടങ്ങി പോവുകയാണ് ചെയ്തത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരോടും ഗുഡ് ബൈ. താങ്ക് യു.